കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ട്രോഫി കമ്മിറ്റി. വളരെയേറെ കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികൾ സമ്മാനം നേടുമ്പോൾ അർഹമായത് നൽകുകയും അതിന് അവസരമൊരുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ ഒരു രംഗത്ത് വളരെ മികവാർന്ന പ്രവർത്തനമാണ് ട്രോഫി കമ്മിറ്റി പൂർത്തീകരിച്ചിരിക്കുന്നത്. ട്രോഫി കമ്മിറ്റി പ്രതിനിധികൾ നമ്മോട് പ്രതികരിക്കുകയാണ്. ഈ കലോത്സവം അവസാനിക്കുമ്പോൾ എത്രമാത്രം നിങ്ങളുടെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരാണ്? 36ാമത് കൊണ്ടോട്ടി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഈ 1-ാം തീയതി മുതൽ 6-ാം തീയതി ഇന്ന് സമാപിക്കുകയാണ്. ഇതിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KATF കൊണ്ടോട്ടി സബ് ജില്ലാ കമ്മിറ്റിയാണ് ഈ വർഷത്തെ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തത്. 950 ഇൻഡിവിജ്വൽ ഫസ്റ്റും 1100ഓളം ഇൻഡിവിജ്വൽ സെക്കൻഡ് പ്രൈസും, അതോടൊപ്പം തന്നെ LP ജനറൽ വിഭാഗം ഓവറോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, LP അറബിക് ഓവറോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതോടൊപ്പം തന്നെ UP ജനറൽ, UP സംസ്കൃതം, UP അറബിക്, ഹൈസ്കൂൾ വിഭാഗം ജനറൽ അറബിക് സംസ്കൃതം, ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ എന്നീ ഓവറോൾ ട്രോഫികൾ വ്യത്യസ്ത സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുകൾക്കുള്ള ട്രോഫികളും ട്രോഫി കമ്മിറ്റി തയ്യാർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്നൊരു ഫോട്ടോ അടക്കം എടുത്ത് ഉഷാറാക്കി സന്തോഷത്തോടു കൂടി മടങ്ങുമ്പോൾ എന്തെല്ലാം ഇവിടെ മറ്റ് സൗകര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്? ഈ കൊണ്ടോട്ടി സബ് ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സബ് ജില്ലയാണ്. 5000ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ഒരു മത്സരത്തിൽ ധാരാളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ ട്രോഫി ലഭിക്കുക എന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോയും വീഡിയോയും പ്രചരിപ്പിക്കുന്നതിന് വളരെ നല്ല ഒരു മനോഹരമായ ഒരു ഓപ്പൺ വേദി, ഫോട്ടോ പോയിന്റും അതുപോലെ പ്രതിഭകൾ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും പിടിച്ചുകൊണ്ടുള്ള സെൽഫി പോയിന്റും എടുത്ത് അത് അവരുടെ എല്ലാ മീഡിയകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് അവർക്ക് വലിയ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. കൊണ്ടോട്ടി സബ് ജില്ലയിലെ ഈ വർഷത്തെ 36ാമത് ഈ കലോത്സവം നടക്കുമ്പോൾ ഈ വർഷത്തെ ഒരു ചരിത്രമുണ്ട്. ഇൻക്ലൂസീവ് കലോത്സവം, നമ്മുടെ പ്രത്യേക സ്പെഷ്യൽ കുട്ടികൾക്കുള്ള ഒരു ഇൻക്ലൂസീവ് കലോത്സവം ഈ വർഷം നടത്തി. അതിനും ട്രോഫി കമ്മിറ്റി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും, ആ ഇൻക്ലൂസീവ് കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫി കമ്മിറ്റി ഒരു മെമന്റോ നൽകി. അതോടൊപ്പം സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ട്രോഫി പ്രത്യേകം സ്പെഷ്യലും അതും നൽകുന്നു. അതുപോലെ അതിനു വേണ്ട ഈ വർഷത്തെ പഞ്ചായത്ത് തലത്തിലായിരുന്നു ആ മത്സരം നടന്നിരുന്നത്. അതിന് പ്രത്യേകം ഓവറോൾ കിരീടവും സംവിധാനിച്ചു. വളരെ ഭംഗിയായിട്ടാണ് KATF ട്രോഫി കമ്മിറ്റി ഈ വർഷം നടത്തിയത്. KATF കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഷാധ്യാപക സംഘടനയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വലിയ സബ് ജില്ലയിൽ സ്റ്റേജ്, പന്തൽ, ലൈറ്റ് അടക്കം എടുത്ത് മികവ് തെളിയിച്ച ഒരു KATFന്റെ ഒരു ചരിത്രവുമുണ്ട്. ഈ വർഷം ട്രോഫി കമ്മിറ്റി വളരെ മനോഹരമാക്കുന്നതിന് നാട്ടുകാരും അതുപോലെ ഈ വാഴക്കാട് പ്രദേശത്തെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ നമ്മോട് സഹകരിച്ചത് കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയായി നമുക്ക് ഇത് ചെയ്തു തീർക്കാൻ സാധിച്ചു. കുട്ടികൾ അതിലേറെ സന്തുഷ്ടരാണ്. ഈ സ്കൂൾ കലോത്സവം വാഴക്കാട് GHSSൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ എത്രമാത്രം ഗുണകരമാവുന്നുണ്ട് ഒരു അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്? അതേറെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ വരുന്ന പ്രതിഭകളും അതുപോലെ രക്ഷിതാക്കളും സ്കൂളുകളിൽ നിന്ന് വന്ന വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും പ്രശംസിക്കുന്നതും എടുത്തു പറയുന്നതും വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സൗകര്യം തന്നെയാണ്. ഒരു വളരെ മികവുറ്റ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, പ്രോഗ്രാം ആയാലും സ്റ്റേജ് ആയാലും മറ്റ് സംവിധാനങ്ങളെല്ലാം, അച്ചടക്കത്തിന്റെ കാര്യവും വെൽഫെയറും എല്ലാം, ഭക്ഷണം അടക്കം വളരെ ഭംഗിയായി നടത്തിയത്. അതിന്റെ ഒരു ചിട്ട എന്ന് പറയുന്ന ഈ വാഴക്കാട് പ്രദേശത്തെ ഈ ഒരു സൗകര്യം തന്നെയാണ്. അതേറെ മികവാർന്ന രൂപത്തിൽ തന്നെയാണ്. ഈ ഒരു ട്രോഫി കമ്മിറ്റി എന്നുള്ള രീതിയിൽ എത്രമാത്രം നിങ്ങൾ സന്തുഷ്ടരാണ്? തീർച്ചയായിട്ടും KATF ഇത് ഏറ്റെടുത്തോടൊപ്പം തന്നെ നമ്മളിതിന് സർട്ടിഫിക്കറ്റുകളും കൂടി നമ്മളാണ് നൽകുന്നത്. സാധാരണ പ്രോഗ്രാമിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് അടിക്കുന്നതെങ്കിൽ പോലും ഏതാണ്ട് 2500-3000ഓളം സർട്ടിഫിക്കറ്റുകളാണ് ഞങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ളത്. അപ്പം ഒരു നല്ലൊരു എഫേർട്ട് എടുത്തുകൊണ്ടാണ് നമ്മുടെ ടീം അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ രാവും പകലും രാത്രി ഒരു 12 മണി വരെ അല്ലെങ്കിൽ ഒക്കെ നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഇത് സോർട്ട് ചെയ്ത് അതാ സ്കൂളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എഫേർട്ട്, ഒരു ടീം വർക്ക് ഇതിന് പിന്നീട് നടക്കുന്നുണ്ട്. വളരെ വലിയ ഒരു സേവനം തന്നെയാണ് ട്രോഫി കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം പൂർത്തിയായി കുട്ടി വേദി വിട്ടിറങ്ങുമ്പോഴേക്കും അവർക്കുള്ള സമ്മാനവും സർട്ടിഫിക്കറ്റും തയ്യാറാകുന്നുണ്ട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.